എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷംജി ഷാജഹാൻ, റാഫ് ആരോമ ഹോസ്പിറ്റലിലെ ദന്തരോഗ വിഭാഗത്തിൽ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി സ്പെഷ്യലിസ്റ്റാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളെ പറ്റിയിട്ടാണ്. പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, ക്ലീൻ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഡോക്ടറെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലിനകത്ത് ഇനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. തികച്ചും അസംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾ പല്ല് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങളുടെ പല്ലിനകത്തെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ലെയറായിട്ടുള്ള ഇനാമൽ നഷ്ടപ്പെടാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് പല്ല് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു പുളിപ്പ് അനുഭവപ്പെടും. 1-2 ദിവസത്തേക്ക് ആ പുളിപ്പ് കാണും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പല്ലിൽ കട്ട പിടിച്ച് നിൽക്കുന്ന ഇത്തിൾ കണക്ക് പിടിച്ച് നിൽക്കുന്ന അഴുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കളയുമ്പം, അതായത് അൾട്രാസോണിക് സ്കെയിലിംഗ് പോലെയുള്ള പ്രത്യേക മെഷീൻസ് വെച്ചത് ക്ലീൻ ചെയ്ത് കളയുമ്പം ആ ഇത്തിൾ അവിടെ നിന്ന് ഇളകിപ്പോവുകയും ഡയറക്റ്റായിട്ട് ചൂടും തണുപ്പും നിങ്ങളുടെ ആ പല്ലിലേക്ക് കോണ്ടാക്റ്റിൽ വരികയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ചെറിയ രീതിയിലുള്ളൊരു പുളിപ്പ് അനുഭവപ്പെടുന്നത്. അത് യാതൊരു കാരണവശാലും നിങ്ങളുടെ ഇനാമൽ നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉണ്ടാവുന്നതല്ല. പിന്നെയുള്ള അടുത്തൊരു സംശയം എന്ന് പറയുന്നത്, പല്ലെടുത്ത് കഴിയുമ്പോൾ ചിലർക്ക് കണ്ണുകളിലെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ തലവേദന ഉണ്ടാകുമോ അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചില ധാരണകൾ. നിങ്ങളുടെ പല്ലും കണ്ണും തമ്മിൽ ശരിക്കൊരു തലയൊട്ടിക്കകത്തിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവ തമ്മിൽ യാതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റും ഇല്ല. ഇവർക്ക് രണ്ടിനും ഉള്ള പ്രത്യേക തരത്തിലുള്ള നെർവ് സപ്ലൈ ആണ്. നെർവ് സപ്ലൈ അഥവാ നമ്മൾ പറയുന്ന നാഡീവ്യൂഹത്തിൻ്റെ സപ്ലൈ. നമ്മുടെ പല്ലുകളിലേക്കുള്ള സപ്ലൈ അല്ല നമ്മുടെ കണ്ണുകളിലേക്കുള്ളത്. അവിടേക്ക് പോകുന്നത് ഒഫ്താൽമിക് നെർവാണ്. അപ്പം അത് വേറൊരു നെർവാണ്. അതാണ് കണ്ണിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ പല്ലെടുക്കുമ്പോൾ യാതൊരു കാരണവശാലും നിങ്ങളുടെ കണ്ണിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ രക്തക്കുഴലിനോ അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന നാഡികൾക്കോ യാതൊരു വിധത്തിലുള്ള ക്ഷതവും പറ്റുന്നതല്ല. മറിച്ച് ചിലർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ലെടുത്ത് കഴിയുമ്പോൾ ചെറിയൊരു തലവേദനയും ഒക്കെ ഉണ്ടാകും. ചിലർക്ക് താഴത്തെ പല്ല്, ഇപ്പം നമുക്ക് പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ അണപ്പല്ലിൽ ഒരു കേടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻഫെക്ഷൻ താഴേക്ക് ചെല്ലുമ്പം താഴെ നമുക്കൊരു നെർവ് പോകുന്നുണ്ട്. നമ്മുടെ താഴത്തെ താടിയലിനകത്തൂടെ ഒരു നെർവ് പോകുന്നുണ്ട്, ഇൻഫീരിയർ ആൽവിയോളർ നെർവ്. അതിന് നമുക്ക് ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റേഡിയേറ്റിംഗ് പെയിൻ, അതായത് അവിടെ മാത്രമല്ലാതെ നമുക്കത് ചിലപ്പോൾ ചെവിയിലേക്കോ തലയിലേക്കോ ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു വേദന നിങ്ങൾക്ക് അനുഭവപ്പെടാം. കാര്യം ആ നെർവിൻ്റേതായിട്ടുള്ള ബ്രാഞ്ചുകൾ, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചിൽ നിന്ന് കുറച്ച് ബ്രാഞ്ചുകൾ പോകുന്നത് അങ്ങോട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് കണ്ണിൽ കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അടുത്തൊരു സംശയം ആൾക്കാർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് പല്ലുകൾ അല്ലെങ്കിൽ എടുത്ത് ക്ലീൻ ചെയ്യേണ്ട പല്ലുകൾ നമ്മൾ ഊരാണ്ട് എപ്പോഴും വായിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്കറിയായിരിക്കും, സെറ്റ് പല്ല് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പം എപ്പോഴും ചവച്ച് ഭക്ഷണങ്ങളൊക്കെ അരച്ച് അതിനകത്ത് കഴിക്കുമ്പോഴത്തേക്ക് ഈ ഫുഡിൻ്റെ റെമനൻസ്, അതായത് അതിൻ്റെ അവശിഷ്ടങ്ങൾ സെറ്റ് പല്ലിനകത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഉൾവശത്തായിട്ട് കുടുങ്ങി നിൽക്കും. അപ്പം നമ്മളിത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എടുത്ത് ക്ലീൻ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ഉണ്ടാവുകയെന്ന് വെച്ചാൽ, ആ ഫുഡ് കണ്ടൻസിൻ്റെ മുകളിൽ ബാക്ടീരിയാസും ഫംഗസും ഒക്കെ ആക്ട് ചെയ്തിട്ട് അവിടെ ഒരു കാൻഡിഡിയാസിസ്, അതായത് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് നിങ്ങൾക്ക് തൈര് കണക്കെ ഇങ്ങനെ പറ്റി പിടിച്ചതായിട്ട് അത് നമ്മുടെ അണ്ണാക്കിലും നമ്മൾ എവിടെയൊക്കെയാണോ ആ സെറ്റ് ഒട്ടിയിരിക്കുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങളുടെ സെറ്റിനകത്തും സെറ്റിൻ്റെ ഉൾവശത്തെല്ലാമായിട്ട് ആ പൂപ്പലിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവും. ഫുഡ് റെമനൻസ് ഇരുന്നിട്ട് ബാക്ടീരിയാസ് ഒക്കെ ആക്ട് ചെയ്ത് നിങ്ങൾക്ക് ദുർഗന്ധവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കിടക്കുമ്പം നമ്മൾ എപ്പോഴും പറയുന്നത്, കിടക്കാൻ പോകുന്നതിന് മുമ്പ് സെറ്റ് ഊരി വെള്ളത്തിലിട്ട് വെക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഉറങ്ങാൻ നേരത്ത് ചിലപ്പോൾ ഇത് വിഴുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും സെറ്റ് ഊരി വെച്ചതിന് ശേഷം മാത്രം കിടക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ഭക്ഷണത്തിന് ശേഷവും സെറ്റ് ഊരി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് പൂപ്പലിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന് പ്രത്യേക തരത്തിലുള്ള മെഡിസിൻസ് ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി അടുത്ത കുറേ പേര് ചോദിക്കുന്ന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പല്ലുകൾ വെക്കുന്നതിനെ പറ്റിയിട്ടാണ്. അതായത് ഫിക്സഡ് ആയിട്ടുള്ള പല്ലുകളൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറത്തുള്ള കോട്ടിങ് നഷ്ടപ്പെടുന്നതിനെ പറ്റി. പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിക്സഡ് FPDs ചെയ്യുമ്പോൾ ഉള്ള സെറാമിക്കിൻ്റെ കോട്ടിങ്സ് അത് പെട്ടെന്ന് തന്നെ പോകുന്നതൊന്നുമല്ല. യൂഷ്വലി നമ്മളൊരു 5 തൊട്ട് 10 വർഷത്തെയായിട്ടുള്ള ഗ്യാരണ്ടികൾ ലാബുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളതാണ് ഉപയോഗിക്കുന്നത്. അതിന് പ്രോപ്പറായിട്ടുള്ള ബ്രഷിങ് ടെക്നിക്സ് വേണം. അതായത് നിങ്ങൾ ഈ ഹൊറിസോണ്ടലി ഇട്ടത് ഇങ്ങനെ ഇട്ട് എപ്പോഴും അതിന് പുറത്ത് തേച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാലക്രമേണ അതിന് പുറത്തായിട്ട് തേഞ്ഞ് പോകാൻ തുടങ്ങും. അതല്ലാതെ ആ കോട്ടിങ് പെട്ടെന്ന് തന്നെ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും പോകുന്നതൊന്നുമല്ല. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.